പെരുന്നാൾ നമുക്ക് നൽകിയ വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 2 പെരുന്നാൾ ദിവസങ്ങളുണ്ട് അല്ലേ? സന്തോഷിക്കാനുള്ള 2 പെരുന്നാളിൻ്റെ ദിവസങ്ങൾ. എന്നാൽ ഈ 2 ദിവസങ്ങളിലേ സന്തോഷിക്കാൻ പാടുള്ളോ ഇല്ലയോ അത് വേറൊരു ചർച്ചയാണ് ഇൻഷാ അല്ലാഹ്. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും, ഈ 2 പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട്, ചില അമലുകളുണ്ട്, നമ്മൾ ചെയ്യേണ്ട ചില ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറഞ്ഞു തരട്ടെ ഇൻഷാ അല്ലാഹ്. പെരുന്നാളിൻ്റെ സുദിനങ്ങളൊക്കെ മനോഹരമാക്കാനും നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കാനും കാരണമായി തീരുന്ന ചെറിയ ചെറിയ കുഞ്ഞൻ അമലുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം. അള്ളാഹു നമ്മുടെ സുദിനങ്ങളെയൊക്കെ പൊരുത്തമുള്ള സുദിനങ്ങളാക്കി തരുമാറുണ്ട്. നമ്മൾ ഇഷ്ടമുള്ള, നമുക്ക് നന്മകൾ ലഭിക്കുന്ന ദിവസങ്ങളാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പുതിയ ഉടുപ്പൊക്കെ എടുത്തോ എല്ലാവരും അല്ലേ? നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തോ? ഇല്ലാത്ത ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയുള്ള സഹായങ്ങൾ ഇൻഷാ അല്ലാഹ് ചെയ്തു കൊടുക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. പെരുന്നാൾ അല്ലാഹു നമുക്ക് നൽകിയ സന്തോഷത്തിൻ്റെ സുദിനങ്ങളിൽപ്പെട്ട ഒരു സുദിനമാണ് പെരുന്നാൾ. നമുക്ക് പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ വലിയ റാഹത്താണ്. അൽഹംദുലില്ലാ പെരുന്നാൾ അല്ലേ? ഈദ് എന്ന് പറയുമ്പോൾ ഈദുൻ സഈദ്, വലിയ ബറക്കത്തുള്ള ദിവസം കൂടിയാണ്. പെരുന്നാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നുണ്ട്. കേവലം നമ്മൾ ഒന്ന് നിസ്കരിച്ചു, നമ്മളെന്ത് ചെയ്യുക, പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞു, അങ്ങനല്ല. ആ പെരുന്നാളിൻ്റെ ദിവസം വലിയ ശ്രേഷ്ഠത അള്ളാഹു നൽകുന്നുണ്ട്. പെരുന്നാൾ ദിവസം ചെയ്യേണ്ട ചില സൽക്കർമ്മങ്ങളുണ്ട്. പെരുന്നാൾ ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട, ചെയ്യേണ്ട കുഞ്ഞൻ ചില അമലുകളുണ്ട്. ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുക. ചെറിയ അമലാണെങ്കിലും വലിയ നേട്ടങ്ങൾ ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടെ. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, പെരുന്നാളിൻ്റെ സുദിനത്തിൽ ചെയ്യേണ്ട ഏറ്റവും ബറക്കത്തുള്ള സുന്നത്തുള്ള ഒരു അമലാണ് തക്ബീർ ചൊല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ പള്ളി മിനാരങ്ങളിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു റാഹത്തും സന്തോഷമാണില്ലേ? വലിയൊരു ആഹ്ലാദമാണ്. ഈ ഒരു തക്ബീർ കേവലം പള്ളി മിനാരങ്ങളിൽ നിന്ന് മാത്രം കേൾക്കേണ്ടതല്ല, നമ്മൾ ചൊല്ലണം, ഇഷ്ടംപോലെ ചൊല്ലണം. കാരണം അന്നത്തെ ദിവസത്തെ ഏറ്റവും മുഖ്യമായ അമലാണെന്ത്? തക്ബീർ ചൊല്ലുക എന്നുള്ളത്. തക്ബീർ ചൊല്ലുന്നവനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ചവിട്ടടിക്കും ഓരോ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നും 10 നന്മകൾ വീതം നൽകുമെന്നും പാപങ്ങൾ പൊറുക്കുമെന്നും ദറജ വർദ്ധിപ്പിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കുറച്ച് സുന്നത്തുകൾ ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ ദിവസം ചെയ്യേണ്ട ചില അമലുകളിൽ പെട്ടതാണെന്ത്? 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം. 2 റക്അത്ത് പെരുന്നാൾ നിസ്കാരം, 2 റക്അത്ത് സുന്നത്തായ നിസ്കാരമാണ്. അത് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. ജമാഅത്തായി തന്നെ പള്ളിയിൽ പോയി പുരുഷന്മാർ നിസ്കരിക്കുക, സ്ത്രീകൾ ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിക്കുക. നിസ്കാരത്തിൻ്റെ റൂട്ടും കാര്യങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് പള്ളികളിൽ നിന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ ആ സമയത്തോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നടത്തുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. കുറഞ്ഞ ഇസ്തിഗ്ഫാറെങ്കിലും അന്നത്തെ ദിവസം നമ്മൾ അധികരിപ്പിക്കുക. സ്വലാത്തുകൾ അധികരിപ്പിക്കുക. കുറഞ്ഞത് ഖുർആൻ ഓതുക. ഇത് എന്ത് ചെയ്യുക, ഈ ഒരു സംഗതികൾ കുറഞ്ഞത് രാവിലെ നമ്മൾ സുബഹിക്ക് ശേഷം മുതൽ നമ്മുടെ പെരുന്നാൾ നിസ്കാരം വരെയുള്ള സംഗതികൾ കഴിഞ്ഞു. ഇനി പെരുന്നാളിൻ്റെ പകൽ ചെയ്യേണ്ട ചില സംഗതികളിൽ പെട്ടതാണ് എന്ത് ചെയ്യുക, നമ്മൾ കുളിക്കുക. സുന്നത്തായൊരു കുളി, പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി. ഇതിപ്പോൾ പള്ളിയിൽ പോകുന്നവർ മാത്രം കുളിച്ചാൽ മതിയോ? അല്ല, വീട്ടിലുള്ള ഉമ്മമാർ സഹോദരിമാരൊക്കെ കുളിക്കണം. അന്നത്തെ ദിവസത്തിനെ പരിഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകുന്ന വാപ്പന്മാർ മാത്രം, അല്ലെങ്കിൽ സഹോദരങ്ങൾ മാത്രം കുളിച്ചാൽ മതിയോ? അല്ല, അന്നത്തെ ദിവസം സ്ത്രീകൾക്കും കുളിക്കൽ സുന്നത്ത് തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അത് ജുമാഅയുടെ സുന്നത്ത് കുളിയല്ല, മറിച്ച് വെള്ളിയാഴ്ച ദിവസത്തെ ആ ജുമാഅ ദിവസത്തിൻ്റെ സുന്നത്ത് കുളിയാണ്. പള്ളിയിൽ പോകുന്നതിൻ്റെ ജുമാ നിസ്കാരത്തിൻ്റെ സുന്നത്ത് കുളിയല്ല, മറിച്ച് എന്ത് ചെയ്യുക, ആ ദിവസത്തെ പരിഗണിച്ചിട്ട് കുളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, പെരുന്നാൾ ദിവസം ആ ഒരു കുളി സുന്നത്തായ കുളി, പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി അല്ലാഹു തആലയ്ക്ക് വേണ്ടി കുളിക്കുന്നു എന്ത് ചെയ്യുക, കരുതി കുളിക്കാം, സുന്നത്ത് കുളി. രണ്ടാമത് നല്ല വസ്ത്രം ധരിക്കണം. പുതിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്ത് ചെയ്യുക, നല്ല നമ്മുടെ ഉള്ള വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിക്കാം. അവിടെ വെള്ള തന്നെ ധരിക്കണം എന്നൊരു നിർബന്ധമില്ല. അവിടെ എന്ത് ചെയ്യുക, കളറുള്ളത് ധരിക്കാം, ഭംഗിയുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ളത് ധരിക്കാം കേട്ടോ. പെരുന്നാൾ ദിവസത്തിൽ അങ്ങനെ വെള്ളിയാഴ്ച ദിവസം വെള്ള ധരിക്കാൻ ശ്രമിക്കുക. കാരണം മറ്റുള്ള സമയങ്ങളിലൊക്കെ വെള്ള വസ്ത്രം ധരിക്കലാണ് ഏറ്റവും അഫ്ളൽ. എന്നാൽ പെരുന്നാൾ ദിവസം നമ്മുടെ വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ കാണാൻ മൊഞ്ചുള്ള വസ്ത്രം ധരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതാണ് സുന്നത്ത്. നല്ല വസ്ത്രം ധരിക്കാം, സുഗന്ധം പൂശാം, അത്തർ പൂശാം, നല്ല സ്പ്രേ ആൽക്കഹോൾ ഇല്ലാത്ത
എന്ത് ചെയ്യുക, സ്പ്രേ അടിക്കുക. അതുപോലെ തന്നെ സുഗന്ധം പൂശ, അത്തറ് പൂശ. നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യുക, സുഗന്ധം ഇങ്ങനെ പുകയ്ക്കുക, ഊത് പുകയ്ക്കുക. ഇതൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇനി നാലാമതായി കാണാൻ എന്ത് ചെയ്യുക, പള്ളിയിലേക്ക് പോകുന്ന ഈദ് നിസ്കാരത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ആ പള്ളിയിലേക്ക് പോവുക. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നിസ്കാരത്തിൻ്റെ കാര്യം. ഇനി അഞ്ചാമതായി കാണാം സ്വതക്ക കൊടുക്കുക. അന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ നമ്മുടെ പരിസരങ്ങളിൽ, ചിലപ്പോൾ വീടുകളിലേക്ക് വരുന്നവരുണ്ടാകും, പള്ളി പരിസരങ്ങളിലുള്ളവരുണ്ടാകും. എന്തെങ്കിലുമൊക്കെ ചില്ലറകൾ കയ്യിൽ കരുതിക്കൊണ്ട് പോവുക. ചെറിയ 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 നോട്ടുകൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതിപ്പോയി എല്ലാവർക്കും എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ 6, നമ്മുടെ ബന്ധുമിത്രാദികളെ, കുടുംബാദികളെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. നമ്മുടെ കുടുംബാദികൾ, കൂട്ടുകാർ, അതുപോലെ തന്നെ നമുക്ക് അടുത്ത പരിചയമുള്ള ആളുകൾ, അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. ചില ആളുകൾ രോഗികളായി കഴിയുന്നവരുണ്ടാകും. പെരുന്നാളിൻ്റെ സുദിനം എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരു സന്തോഷമില്ലാതെ വീട്ടിൽ കിടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സന്തോഷിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഹദിയ കൊടുത്ത് ഒന്ന് ദുആ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ റാഹത്താണ്. അന്നത്തെ ദിവസത്തെ വലിയ പ്രത്യേകതയാണ്. ഇതിനൊക്കെ അപ്പുറം 7ാമതായി കാണാം, നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഖബറാളികളായി കഴിയുന്ന നമ്മുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യുക. അവരുടെ ഖബറ അരികിലേക്കൊന്ന് ചെന്ന് നിന്നിട്ട് എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയോ യാസീനോ ഒക്കെ ഓതിയിട്ട് ആ ഖബറിലേക്കൊന്ന് ഹദിയ ചെയ്തിട്ട്, അവരിലേക്കൊന്ന് ഹദിയ ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. റബ്ബേ, എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ. അങ്ങനെ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. കാരണം എന്തേ, നാളെ ഒരു പെരുന്നാൾ സുദിനത്തിൽ നമ്മളും ഇതുപോലെ ഖബറിലായിരിക്കും. നമുക്ക് വേണ്ടി ദുആ ഇറക്കാൻ പുറത്ത് ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളവർക്ക് ദുആ ചെയ്യുക. കൂടെ നമ്മുടെ മക്കളെ കൂട്ടുക, അവരെയും ഇത് കണ്ട് പഠിക്കട്ടെ. കാരണം നാളെ നമ്മുടെ ഖബറരികിലേക്ക് വരേണ്ടത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് വല്യുപ്പാൻ്റെ ഖബറിൻ്റെ അരികെ അല്ലെങ്കിൽ വല്യമ്മയുടെ ഖബറിൻ്റെ അരികെയൊക്കെ ഒന്ന് ദുആ ഇറക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ആ ഖബറാളികൾക്കും സന്തോഷമാണ്, നമുക്കും മനസ്സിന് റാഹത്താണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്, നല്ല ഭക്ഷണം എന്ത് ചെയ്യുക, വീട്ടിൽ തയ്യാർ ചെയ്യുക. നല്ല ഭക്ഷണം ഉണ്ടാക്കാം. നമ്മളുള്ള ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ നമുക്കിഷ്ടമുള്ള നല്ല മുന്തിയൊരു ഭക്ഷണം ഉണ്ടാക്കുക. എന്നിട്ട് കുടുംബാദികൾക്ക് പറ്റുമെങ്കിൽ അയൽക്കാരിലേക്കൊക്കെ കുറച്ച് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക. ഇത് സ്നേഹം പങ്കിടലാണ്. ഇത് അമുസ്ലിമായ നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാവൂലേ, ഹൈന്ദവ സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങൾ, മറ്റ് ആളുകൾ, അവർക്കും എന്ത് ചെയ്യുക, കുറച്ച് പെരുന്നാളിൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ഉദ്ഹിയത്തിൻ്റെ മാംസം കൊടുക്കുന്ന വിഷയത്തിലാണ് തർക്കമുള്ളത്, അല്ലേ? തർക്കം എന്ന് വെച്ചാൽ ഉദ്ഹിയത്തിൻ്റെ മാംസം നമ്മൾ അതൊരു കുർബാൻ ചെയ്യുന്നതായതുകൊണ്ട് അതിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. മറ്റ് ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന, ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും, മന്തിയും കപ്സയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും, മറ്റ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവും. എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്ക് പെരുന്നാളിൻ്റെ ദിവസം നല്ല മുന്തിയ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. അതിൽ നിന്നൊരൽപ്പം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ, അവർക്കും അന്നത്തെ ദിവസം പെരുന്നാളിൻ്റെ സുദിനം തന്നെയാണ്, അവർക്ക് ആഘോഷമില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷേ നമ്മളുടെ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് എന്ത് ചെയ്യുക, അവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അതൊക്കെ അവർക്കും വലിയ റാഹത്തും സന്തോഷമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഐക്യം നിലനിർത്താനും സ്നേഹബന്ധം നിലനിർത്താനും ഒക്കെ കാരണം അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ. പെരുന്നാൾ അള്ളാഹു റാഹത്താക്കി തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വലിയ ബറക്കത്ത് ചെയ്ത് തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. വളരെ സിമ്പിളായ ചെയ്യാൻ പറ്റിയ അമലുകൾ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞതാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു സ്ഥലത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.